ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ SCERT-യിൽ പുതുതായിട്ട് കുറച്ച് ടെക്സ്റ്റ് ബുക്സിൽ മാറ്റം വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 7th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിൽ, സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ 2024 ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പം നമ്മളുടെ കയ്യിലുള്ളത്. അതിൽ ഒരു 4ാമത്തെ ചാപ്റ്റർ ഉണ്ട്, അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേയധികം കണ്ടന്റ് ഞാൻ കണ്ടു. അതുകൊണ്ട് അതായിരിക്കും ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും നിഷ്ഠ PSC-യിലേക്ക് സ്വാഗതം. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അനീതിയിൽ നിന്നും നീതിയിലേക്ക്, ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ വിവേചനത്തിനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ ഏതൊക്കെ വിഭാഗങ്ങളാണ് വിവേചനങ്ങൾ നേരിടുന്നത്, അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അബ്ദുൽ കലാം സാറ് അഗ്നിച്ചിറകുകൾ എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വിവേചനത്തിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്ന് APJ അബ്ദുൽ കലാമിൻ്റെ ഈ ഒരു അനുഭവം, ഇതിൻ്റെ മുകളിലുള്ള അനുഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് അങ്ങനെയാണെങ്കിൽ സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായിട്ട് വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്താണ് അനീതി എന്നൊക്കെ പറഞ്ഞിട്ട് അനീതി എന്നൊരു ടേമിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ചിലപ്പം വരാം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പം എന്താണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായിട്ട് വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് നമ്മൾ അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മളുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള അനീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, തൊഴിലിൻ്റെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, അങ്ങനെ പല രീതിയിലുള്ള വിവേചനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? അവസരങ്ങൾ നൽകാതിരിക്കുക, പ്രോപ്പറായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണന പോലും കൊടുക്കാതിരിക്കുക, അതൊക്കെ എന്താണ്? അനീതി എന്ന ആ ഒരു ടേമിലേക്ക് നമ്മൾക്ക് കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടേമാണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. എന്താണത്? തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് നമ്മൾ അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം, മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായിട്ടുള്ള വസ്തുവകകൾ നഷ്ടപ്പെട്ടതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. അപ്പോൾ അരികുവൽക്കരണത്തിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് എന്താണ്? പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങളൊക്കെ കൊണ്ട് വസ്തുവകകളൊക്കെ നഷ്ടപ്പെട്ട ഒരാൾക്ക് എന്ത് ഉണ്ടായി എന്ന് പറയാം? അരികുവൽക്കരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും, യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലയിലെ ദുരന്തങ്ങൾ മുതലായിട്ടുള്ള മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം, യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലയിലെ ദുരന്തങ്ങളൊക്കെ തന്നെ അരികുവൽക്കരണത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് എന്ന് ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിതർ, ഗോത്ര വിഭാഗക്കാർ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിതർ, ഗോത്ര വിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ എന്നിവരെയൊക്കെ എന്തായിട്ട് നമ്മൾ കൂട്ടാം? അരികുവൽക്കരണം നേരിടുന്നവർ എന്ന രീതിയിൽ നമ്മൾക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഒരു ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ പറയാം, ഈ ഒരു SCERT-യിൽ നിന്നും ചോദ്യങ്ങൾ വരും എന്നതിൽ നമ്മൾക്ക് ഉറപ്പ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം പുതിയതായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷെ നമുക്കറിയാം PSC എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൂ ക്വസ്റ്റ്യൻസ് ഇടുന്ന മേഖലകളും ഒക്കെ കാരണം. അതുകൊണ്ട് നമുക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ആൻഡ് ഇത് പഠിക്കുന്നതുകൊണ്ട് എന്തായാലും ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതെന്നും കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ബാക്ക് ടു നമ്മളുടെ ക്ലാസ്സിലേക്ക്. നമ്മൾ അയ്യങ്കാളിയെ കുറിച്ചിട്ട് ഇവിടെ ഒരു റൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഊരൂട്ടമ്പൽ ലഹള നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പഞ്ചമയുടെ ആ ഒരു സ്കൂളിലെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളതായിരുന്നു ഊരൂട്ടമ്പല ലഹള എന്നൊക്കെ പറയുന്നത്. ആൻഡ് അന്ന് അതിൻ്റെ പേര് ഊരൂട്ടമ്പലത്തെ സർക്കാർ UP സ്കൂൾ എന്നായിരുന്നു അന്ന് അതിൻ്റെ പേരെങ്കിൽ, ഇന്ന് അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ചിലപ്പം ചോദ്യമായിട്ട് പറയാം. ഊരൂട്ടമ്പലം UP സ്കൂളിൻ്റെ പുതിയ പേരെന്താണ്? അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നാണ്. കുടിപള്ളിക്കൂടമായിരുന്നു ഊരൂട്ടമ്പല ഗവൺമെൻറ് UP
UPSCയിലായിരുന്ന ചരിത്രം മാറ്റിമറിച്ച സമരത്തിൽ അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിനെ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ഒക്കെ ചെയ്തു. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ. ആൻഡ് പണ്ടത്തെ ഒരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ താഴ്ന്ന ജാതിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ടും വിവേചനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, തുല്യ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത്. ആൻഡ് ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രം ധരിക്കാനോ അങ്ങനെയുള്ള അവകാശങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വെല്ലുവണ്ടി സമരം 1893 നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അടിസ്ഥാന സൗകര്യങ്ങളില്ല, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം ഒക്കെ നിഷേധിക്കപ്പെട്ടതായിരുന്നു ദളിത് വിഭാഗക്കാർക്ക് മെയിനായിട്ടും. ആൻഡ് കേരളത്തിൽ ഈ ഒരു വിവേചനത്തിനെതിരെ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യമാണ് ഈ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു സമയത്ത് ഈ ഒരു വിവേചനത്തിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന നവോത്ഥാന നായകരാണ് ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചവറ, അയ്യ വൈകുണ്ടർ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരൊക്കെ. ഇനി ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വേറെ എവിടെയും നമ്മൾ അങ്ങനെ ജ്യോതിറാവ് ഫുലേനൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. സാവിത്രിബായി ഫുലേനെ കുറിച്ചൊന്നും അധികം നമുക്ക് SCRT ടെക്സ്റ്റ് ബുക്കിൽ പണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ജ്യോതിറാവ് ഫുലേനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദം ആണ് ദളിത് എന്ന് പറയുന്നത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച് ജ്യോതിറാവ് ഫുലെയാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അത് ജ്യോതിറാവ് ഫുലെയാണ്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. ഓക്കെ, സ്ത്രീകൾക്കും ദളിതർക്കും വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ച ആരാണ്? അത് ജ്യോതിറാവ് ഫുലെയാണ്. ഇനി അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു സാവിത്രിബായി ഫുലെ എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫുലെ എന്ന് പറയുന്നത്. അപ്പം പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാലയം വരുന്ന എവിടെയാണ്? അത് പൂനെയിലാണ്. ആൻഡ് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫുലെ എന്ന് പറയുന്നത്. ഇനി കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായിട്ട് നിശാ പാഠശാല ഇവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കാണ്? കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയിട്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായി ഫുലെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് പുനർനാമകരണം ചെയ്തിട്ടുള്ളത്? സാവിത്രിബായി ഫുലെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ഏതിനെയാണ്? പൂനെ യൂണിവേഴ്സിറ്റിനെയാണ്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് പെരിയോർ EV രാമസ്വാമി നായ്ക്കറിനെ കുറിച്ചിട്ടാണ്. അവരുടെയൊക്കെ ടേം, ആ ഒരു കാലയളവ് ഏത് കൊല്ലം മുതൽ ഏത് കൊല്ലം വരെയാണ് ഇവരുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളായിരുന്നു പെരിയോർ എന്ന് പറയുന്നത്. ഓക്കെ, പെരിയാർ EV രാമസ്വാമി നായ്ക്കർ, പെരിയാറല്ല പെരിയോറാണ്, സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ട വ്യക്തിയായിരുന്നു. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ്. ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരായിട്ട് നിന്നിരുന്ന വ്യക്തി ആരാണ് എന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്? അത് നമ്മളുടെ പെരിയോറാണ്, EV രാമസ്വാമി നായ്ക്കറാണ്. ഇനി സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയോർ എന്ന് പറയുന്നത് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ഇവിടെ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഇതിനു മുന്നേ SCRTയിലൊന്നും കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മയില്ല. വെറിയർ എൽവിൻ ഇന്ത്യൻ നരവംശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഓക്കെ, ഓർത്തിരിക്കുക, ഗോത്ര മനുഷ്യരുടെ തനത് ജീവിത സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. ഗോത്രവർഗ മനുഷ്യരായിട്ടുള്ള ഇന്ത്യയിൽ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. ഇനി പണ്ട് കാലത്ത് നോക്കുകയാണെങ്കിൽ അറിവ്, അതേപോലെ തന്നെ കലാ, സംസ്കാരം എന്നീ മേഖലകളിലൊക്കെ തന്നെ മുഖ്യ വിഭാഗക്കാർ, അതായത് കുറച്ച് ഹയർ കാസ്റ്റിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ മൂല്യം എന്നുള്ള ഒരു ധാരണയായിരുന്നു നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നോക്കുകയാണെങ്കിൽ ഗോത്ര ജനതയ്ക്കൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പരിചയം ഉണ്ടായിരുന്നത്. അതിനെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള നോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അന്നത്തെ ഗോത്രവർഗ്ഗക്കാർക്കായിരുന്നു. ഇനി
ഡോക്ടർ എ അയ്യപ്പനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5-നാണ് അയ്യപ്പന്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ചിട്ട് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ എ അയ്യപ്പൻ എന്ന് പറയുന്നത്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും മെലിനോസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിയുടെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. അപ്പം ഏത് മേഖലയാണ്? ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഡോക്ടർ എ അയ്യപ്പൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഇദ്ദേഹം. കണ്ടില്ലേ, നമ്മളുടെ നഞ്ചിയമ്മയൊക്കെ ഇപ്പോൾ ഇതാ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ എത്തിയിട്ടുണ്ട്, നഞ്ചിയമ്മ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ഇവരൊക്കെ എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലുള്ള ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ CA ആയിട്ട് പോലും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാരണം 2020 കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് നഞ്ചിയമ്മ. ഏത് നാട്ടുകാരിയാണ്? പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്? ഇരുള വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് നഞ്ചിയമ്മ എന്ന് പറയുന്നത്. ഗോത്ര വിഭാഗത്തിൽ നിന്നും ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് ഓക്കെ നഞ്ചിയമ്മ കേട്ടോ. എന്താണ്? ഗോത്ര വിഭാഗത്തിൽ നിന്നും ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് ആര്? നഞ്ചിയമ്മ. ഇനി ആ പാട്ടാണ് കളക്കാത്ത സന്തനമേ, ആ പാട്ടാണ് ഇവിടെ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും ഗോത്രവർഗ്ഗക്കാർക്കുണ്ടായിരുന്നു. ഞാൻ ഗോത്രവർഗ്ഗക്കാർക്കിടയിലുള്ള കുറച്ച് വാദ്യോപകരണങ്ങളുടെ പേരൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പെറെ, തുടി, നാട്ടിപ്പണി, ദവിൽ. ഓക്കെ, ഇതൊക്കെ നോക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം ഏത് വിഭാഗക്കാർക്കിടയിലുള്ളതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെറെ, തുടി, നാട്ടിപ്പണി, ദവിൽ ഒക്കെ അത് ഗോത്ര വിഭാഗക്കാർക്കിടയിലുള്ളതാണ്. ആൻഡ് പണ്ട് കാലത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നതിൽ കുറേ അധികം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കുറച്ചധികം മുന്നേ ഒക്കെ, ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ചധികം മുന്നേ. ഇതിപ്പം നിലമ്പൂർ ആയിഷയാണ്. നിലമ്പൂർ ആയിഷയുടെ കാലത്തൊക്കെ ഭയങ്കര വലിയ എതിർപ്പുകളൊക്കെ സമൂഹത്തിൽ നിന്ന് ഉണ്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അവരെക്കുറിച്ചുള്ള ഒരു ബുക്കാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്കിൻ്റെ പേരൊന്ന് ഓർത്തിരിക്കുക. ഇത് എഴുതിയിട്ടുള്ള നിലമ്പൂർ ആയിഷയല്ല, അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന് പറയുന്നത്. അപ്പം ഒരു നാടകത്തിന് കയറിയ സമയത്ത് അവിടെ നിന്ന് ഒരു കല്ലേറൊക്കെ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും അതിനെ എങ്ങനെ അവർ ചേർത്ത് നിർത്തി, എന്നിട്ടും ഒരു കുഴപ്പമില്ലാതെ എങ്ങനെ നാടകം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റൈറ്റപ്പിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് PDF ആയിട്ട് സൈറ്റിൽ കിട്ടുന്നുണ്ട്, അതെടുത്ത് വായിച്ചാലും മതി. ഓക്കെ, അപ്പം ജീവിതത്തിലും അരങ്ങിലും ഇടയിൽ എന്ന ബുക്കാരെ കുറിച്ചിട്ടാണ്, നിലമ്പൂർ ആയിഷയെ കുറിച്ചിട്ടാണ്. ഓക്കെ, സ്ത്രീകൾക്ക് കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിൽ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വനിതകളെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് പണ്ഡിത രമാബായി. ഓക്കെ, നമ്മൾ എന്ന് മുതൽ പഠിച്ചു തുടങ്ങിയോ ഹിസ്റ്ററി, അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന പേരാണ് പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായിട്ട് പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 19-ാം നൂറ്റാണ്ട്? ഓർത്തിരിക്കുക, 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ചു. വിധവകളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഓക്കെ, വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവുമായിരുന്നു ഇവരുടെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും പണ്ഡിത രമാബായി ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ, മേരി പുന്നൻ ലൂക്കോസിനെയാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആണ് ഇവർ ബിരുദം നേടുന്നത്. ഡോക്ടറേറ്റ് ബിരുദം നേടുന്ന എവിടെ വെച്ചിട്ടാണ്? ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത എന്ന രീതിയിൽ മേരി പുന്നൻ ലൂക്കോസ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത ആരാണ്? അത് ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ലണ്ടൻ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ഒന്നല്ല കിട്ടിയിട്ടുള്ളത്, ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരാണ്? അത് ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. ഇനി അടുത്തതാണ് EK ജാനകി അമ്മാൾ. ഓക്കെ, കേരളത്തിൽ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായിട്ടുള്ള സസ്യശാസ്ത്രജ്ഞ, അതായത് ബോട്ടണിസ്റ്റ് ആയിരുന്നു EK ജാനകി അമ്മാൾ എന്ന് പറയുന്നത്. കോയമ്പത്തൂരിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് ഇവർ വികസിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എവിടെയാണ്? കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ.
ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? അത് ഡോക്ടർ ഇ.കെ. ജാനകി അമ്മാളാണ്. 1977 ഇവർക്ക് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 3 പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, നോക്കി വെക്കുക. രമാബായിനെ കുറിച്ച് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ മേരി പുന്നൻ ലൂക്കോസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ജാനകി അമ്മാളിനെ കുറിച്ചിട്ടും ഇതിനു മുൻപ് നമ്മൾ അത്രയധികം നോക്കിയിട്ടുണ്ടാവില്ല. ഇവർ രണ്ടാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞത് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള വിവേചനങ്ങളെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പുറമെ ഒരു വിവേചനം, ലിംഗം കാരണം വിവേചനം അനുഭവപ്പെടുന്ന വേറൊരു ടീമാണ്, അല്ലെങ്കിൽ വേറൊരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ട്രാൻസ്ജെൻഡറിന്റെ ഡെഫിനിഷൻ പോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് TPPR ആക്ട് 2019 ട്രാൻസ്ജെൻഡറിന്റെ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഇത്. ഓക്കെ, എന്താണ്? ജനനസമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായിട്ട് പൊരുത്തപ്പെടാത്ത വ്യക്തിയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും അതുപോലെ തന്നെ ട്രാൻസ് സ്ത്രീയുമുണ്ട്, ട്രാൻസ് മാനുണ്ട്, ട്രാൻസ് വുമണുമുണ്ട്. അതുപോലെയാണ് മൈനോറിറ്റി, ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗം, അതാണ് ന്യൂനപക്ഷം. ഇനി സമൂഹത്തിൽ വിവേചനം അനുഭവപ്പെടുന്ന വേറൊരു വിഭാഗം ആൾക്കാരാണ് ഭിന്നശേഷിക്കാരെന്ന് പറയുന്നത്. ഓക്കെ, ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റു ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിക്കാർ അഥവാ ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന് പറയുന്നത്. ആൻഡ് ഓരോ വിഭാഗം ഭിന്നശേഷിക്കാർക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇനി ഭിന്നശേഷിക്കാർക്കായിട്ട് ഒരു അവകാശ സംരക്ഷണ നിയമമാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പഠിക്കുന്നതാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമത്തിനെ കുറിച്ചിട്ട്. അത് വന്ന വർഷം ഒന്ന് ഓർത്തിരിക്കുക, 2016. ഓക്കെ, ഇനി ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായിട്ടുള്ള സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഒരു നിയമത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ്? ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം. ഇനി പാരാലിമ്പിക്സ് നമുക്കറിയാം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒളിമ്പിക്സിനാണ് നമ്മൾ പാരാലിമ്പിക്സ് എന്ന് പറയുന്നത്. ഭിന്നശേഷിയുള്ള അത്ലറ്റിക്സുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ് എന്ന് പറയുന്നത്. 1948 ഈ ഒരു പാരാലിമ്പിക്സ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുള്ള പാരാലിമ്പിക്സിൽ ഒത്തിരി അധികം മെഡൽസ് നമ്മൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിലാണെങ്കിൽ നമ്മൾക്ക് 2 മെഡലുകളൊക്കെ നേടാൻ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാരാലിമ്പിക്സിൽ എപ്പോഴും നമ്മൾ ഇന്ത്യ വളരെയധികം ശോഭിച്ച് നിൽക്കുന്ന ഒരു മേഖലയാണ് പാരാലിമ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ഭരണഘടനയിലേക്ക് വരികയാണ്. വിവേചനം തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ഭരണഘടനയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അദ്ദേഹം ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനയിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം സാധ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയായിരുന്നു BR അംബേദ്കർ എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾക്കറിയാം, ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? എല്ലാ പൗരന്മാർക്കും തുല്യത. ഓക്കെ, ഭരണഘടനയിലെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 15 നോക്കുകയാണെങ്കിൽ എന്താണ്? ജാതി, മതം, ലിംഗം, വംശം, ജനിച്ച സ്ഥലം എന്നിവയുടെ ഒന്നിൻ്റെയും പേരിൽ വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ആണ് അനുച്ഛേദം 15 എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്? വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിക്ക് ഒരു തടസ്സമാണ് എന്നതൊരു കാര്യമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക അസമത്വം ഇത് സൃഷ്ടിക്കുന്നു. സുരക്ഷിതമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഇത് നിഷേധിക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ, സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങളെ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം പക്ഷേ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, ഒത്തിരിയധികം നിയമങ്ങൾ വന്നിട്ടുണ്ട്. മൈനോറിറ്റീസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനും സ്ത്രീകളുടെയും ഭിന്നശേഷിക്കാരുടെയും എല്ലാവരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. ഭേദഗതികൾ വരുന്നുണ്ട്. നാരീ സംരക്ഷണ നിയമം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നാരീ സംവരണ നിയമത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വ്യൂസ്
വ്യൂസും 5000-ത്തിന് മുകളിൽ വ്യൂസൊക്കെ കിട്ടിയ ഒരു വീഡിയോ ആണ്. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിലൊരുവിധം അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതായിരുന്നു ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒത്തിരിയധികം ആൾക്കാരെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. കുറച്ച് ഡീപ്പായിട്ടാണ് ഈ പ്രാവശ്യം ഈ ടെക്സ്റ്റ് ബുക്ക് മാറിയ സമയത്ത് എല്ലാം വന്നിട്ടുള്ളത്. നമ്മൾ ഓരോന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. ഹാപ്പി ലേണിംഗ്.